അപ്പം ഒരു ടോപ്പ് റാങ്കർ ആവാനുള്ള ക്വാളിറ്റി എന്താ? ടോപ്പ് റാങ്കർ ആവാനുള്ള ക്വാളിറ്റി ഒറ്റ വാക്കിൽ പറയണോ അതോ ഡീറ്റെയിൽ ആയിട്ട് പറയണോ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. ലെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ട് ഒരിക്കലും PSC കിട്ടൂല, അത് ലോട്ടറി കിട്ടിയാലും PSC കിട്ടൂല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ലക്ഷക്കണക്കിന് ഫാക്ടുകൾ പഠിച്ച് അതിനകത്ത് 100 ചോദ്യങ്ങൾ സോർട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് വരിക എന്ന് പറയുന്നത് അവിടെ ഒരു ഭാഗ്യമുണ്ട്. പക്ഷേ ഈ 100 ചോദ്യങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവണമെന്ന് പറയുന്നത് അത്രയൊന്നും ഭാഗ്യം ആർക്കും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ. പക്ഷെ പ്രത്യേകിച്ച് ചുളിവിൽ ഇതിൽ നേടിയെടുക്കാനുള്ള ഒരു സാധ്യത ഇല്ല. ഇതിൽ ലക്ക് എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമില്ല. നന്നായിട്ട് പണിയെടുക്കണം. കാരണം നമ്മുടെ പഠനം എങ്ങനെയാണ് ശരിയായ രീതിയിലാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? നമ്മൾ കറക്റ്റ് ട്രാക്കിലാണോ എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഫാമിലിക്ക് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ PSC പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത്? കല്യാണം കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ട്ണറുടെ ഒരു സാക്രിഫൈസ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് വേണം. അതെ. അപ്പോൾ ഒരു PSC ആസ്പിറന്റിനോട് അല്ലെങ്കിൽ ഒരു PSC ആസ്പിറന്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്തായിരിക്കും? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അത് നമുക്ക് എല്ലാവരോടും കൂടി പറയാം അല്ലേ? ഹായ്, ഇത് കേൾക്കുന്ന ഓരോ PSC ഉദ്യോഗാർത്ഥികളോടാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ PSC റാങ്ക് ലിസ്റ്റിലോട്ടല്ല മറിച്ച് ഒരു സ്വപ്നത്തിലോട്ട് എത്താൻ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പച്ചവെള്ളത്തിൻ്റെ CEO ആസിഫ് തുൾവത്ത്. സ്വാഗതം. ഭയങ്കര ബിൽഡപ്പ് ആയല്ലോ. നമുക്ക് അങ്ങ് സംസാരിച്ചങ്ങ് പോവാം. എന്താണ് നമ്മൾ അജണ്ടകൾ പറഞ്ഞാൽ മതി. നമുക്കിന്ന് PSCയിലെ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംശയങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കൺസേണുകളും ഉണ്ട്. ഇപ്പം നല്ല ടൈമാണ്. കാരണം PSC അറിയാലോ, ന്യൂസുകളിലൊക്കെ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളും PSCയിലേക്ക് ആൾക്കാർക്ക് ഇറങ്ങാൻ തന്നെ ഒരു പേടി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പക്ഷേ നമുക്ക് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സും സംസാരിക്കാം അല്ലേ? അതെ, സംസാരിച്ചു തുടങ്ങാം. PSCയിൽ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയോട് സാറിന് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? യെസ്. ഓക്കെ. അപ്പോൾ PSC എന്ന് പറയുന്നത് ശരിക്കും മറ്റു ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പോലെ എക്സ്പീരിയൻസ് കൊണ്ട് PSC പഠനത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ പാടെ മാറി. SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും കുറച്ച് കാലമായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിലും ഒരുപാട് അപ്ഡേഷൻസ് തീർച്ചയായിട്ടും അവരുടെ പഠനത്തിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയ ആൾക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ആളുകൾക്കും പ്രശ്നമൊന്നുമില്ല. SCERT കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയം ഉണ്ടാവണം. ഒരു അൺലിമിറ്റഡ് ആയിട്ട് പഠിക്കുക, എനിക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഒരു ടൈം ലിമിറ്റ് വെക്കുക. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞാൻ ജോലി നേടും എന്നുള്ള ഒരു ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിച്ച് കയറാൻ വേണ്ടി പറ്റും അല്ലേ? അതെ, ഉറപ്പായിട്ടും. ഞാൻ വേറൊരു പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണെങ്കിൽ സാർ, ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് എത്രത്തോളം ഇതിനകത്തോട്ട് യോജിക്കുന്ന ഒരു കാര്യമാണ്? എന്തുകൊണ്ടാണ് ഈ ഹാർഡ് വർക്ക് കൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ PSC പഠനത്തിലുള്ള ഒരു ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിച്ചത് നന്നായി കഷ്ടപ്പെടണം എന്നുള്ളത് തന്നെയാണ്. അതായത് എല്ലാവരും നന്നായി കഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഷ്ടപ്പെടുന്നവർക്ക് മുന്നിലെത്തുക എന്നുള്ളതിന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഹാർഡ് വർക്ക് മാത്രം പോരാ, എല്ലാവരും പറയുന്ന പോലെ തന്നെ എന്താ പറയുക, കൃത്യമായി എന്താ പഠിക്കേണ്ടത്, എന്താ പഠിക്കാൻ പാടില്ലാത്തത്. കാരണം പഠിക്കാൻ പാടുള്ളതും ഉണ്ട്, പാടില്ലാത്തതും ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്തത് ഒരുപാട് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അവിടെ പോകും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് പഠിച്ച് ഒരു ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്കും കൂടി ആകുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു റൂട്ടിലേക്ക് എത്തുള്ളൂ, ജോലിയിലേക്ക് എത്തുള്ളൂ, ലിസ്റ്റിലേക്ക് എത്തുള്ളൂ. അതെയാണ്, ശരിയാണ് സാർ. സ്മാർട്ട് വർക്ക് ഓഫ് കോഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേറൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ സാർ, ഇപ്പോൾ ഹാർഡ് വർക്കിനെ കുറിച്ചും സ്മാർട്ട് വർക്കിനെ കുറിച്ചും പറഞ്ഞല്ലോ. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് റാങ്ക് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഒരു റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു PSC ഉദ്യോഗാർത്ഥി എത്രത്തോളം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും? സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബാക്കി ഒന്നിനും ട്രൈ ചെയ്യുന്ന പോലെയല്ല. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇവൻ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടത് അവൻ്റെ എന്താ പറയുക ഫ്രീ ടൈമുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതെ, അങ്ങനെ ഒരു ഇതില്ല. അവൻ്റെ ഒരു ഫ്രീ ടൈം അവൻ കൂടുതലായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ അതായത് 1 മിനിറ്റ് വെറുതെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫാക്ടുകൾ പഠിക്കാൻ വേണ്ടി അവൻ സമയം കണ്ടെത്തണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
കുറേയധികം എൻ്റർടൈൻമെൻറ്റ്സ് അല്ലേ. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ സ്ഥിരമായിട്ട് പുറത്ത് പോവുക, സിനിമയ്ക്ക് പോവുക, ഭക്ഷണം കഴിക്കാൻ പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കുക, ഇതൊക്കെ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടാവുമായിരിക്കും, എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ടോട്ടലി ഒന്ന് എന്താ പറയുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള ചെറിയൊരു ഡ്യൂറേഷനിലേക്കുള്ള സാക്രിഫൈസ് ആണ് ഈ PSC പഠനത്തിന്റെ സമയത്തുള്ള ആ സാക്രിഫൈസ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ തന്നെ ഒരു തീ വരും, ഒരു മോട്ടിവേഷൻ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ അങ്ങോട്ടേക്ക് എത്തുമായിരിക്കും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരോ വീട്ടുകാരോ പിന്നെ കൂട്ടുകാരോ അല്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലൊരു ഒരു സാധനം വേണം, ജോലി വേണം എന്നുള്ള ഒരു പാഷൻ വേണം. എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് ആ ട്രാക്ക് മാറാതെ ഞാൻ പഠിക്കും, ഈ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ള ഒരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പം ഈ ഫാമിലിക്ക് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ PSC പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത്? തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ട്ണറുടെ ഒരു സാക്രിഫൈസ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് വേണം. ഇത് നമ്മളിപ്പോൾ 7 വർഷമായി പച്ചവെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. ഇതിൽ നമ്മൾ മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ചിലരിപ്പോൾ നമ്മൾ ആലപ്പുഴ 3ാം റാങ്ക് കിട്ടിയ നമ്മുടെ പിന്നെ 2 കാൻഡിഡേറ്റ്സ് ഉണ്ട്. 3ാം റാങ്ക് 18ാം റാങ്ക് കിട്ടിയ ഭാര്യയും ഭർത്താവും ഉണ്ട്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അന്ന് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതായത് വീട്ടിൽ ഒരു ജോലി ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ മറ്റു ജോലി ചെയ്യുക, അയാൾ പഠിക്കുന്ന സമയത്ത് ചെയ്യുക, ഒരാൾ പഠിച്ചത് മറ്റാൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ 2 പേരും കൂടെ പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ്. അല്ലെങ്കിലും ഒരാൾ മാത്രമാണ് പഠിക്കുന്നതെങ്കിലും ഈ പഠനത്തിൻ്റെ സമയത്ത് പാർട്ട്ണർ നന്നായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻസ് കിട്ടാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് കമൻസ് ആണ് കിട്ടാറുള്ളത്. എത്രയോ ആളുകൾ വിളിച്ച് പറയുന്നത്, ചിലരൊക്കെ പറയാറുള്ളത് ഭർത്താവൊന്നും, ഇവിടെ പറയുന്നത് ശരിയാണെന്നറിയില്ല, ഭർത്താവൊന്ന് ഉറങ്ങിയിട്ട് വേണം ഒന്ന് പഠിക്കാൻ വേണ്ടി, കാരണം ലൈറ്റ് ഇടാൻ പറ്റില്ല, സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾക്കിടയിൽ പഠിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഏതെങ്കിലും ഭർത്താക്കന്മാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മാത്രം ആലോചിക്കുക, ഒരു ചെറിയ ഡ്യൂറേഷൻ, ഒരു 1 year 2 year ഡ്യൂറേഷനൊക്കെയാണ് മാക്സിമം ഇവർ ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുക. അത് ഈ 2 വർഷം നമ്മൾ ഞാനൊരു ഭർത്താവാണ്, നമ്മൾ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ചിലപ്പോൾ നമുക്കും നമ്മുടെ ഫാമിലിക്കും നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സാക്രിഫൈസ് ആയിരിക്കും ഇത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഭർത്താക്കന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഭാര്യമാരെയൊക്കെ പഠിക്കാൻ വിടുക, നന്നായിട്ട് പഠിപ്പിക്കുക, അവർക്കുള്ള പിന്നെ പ്രചോദനം നിങ്ങളാവണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ കല്യാണമൊന്നും കഴിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ബോയ്സ്, ഞാൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുഴപ്പമില്ലല്ലോ. പിന്നെ ബോയ്സിൻ്റെ ഒക്കെ കേസ് ആണെങ്കിൽ ഇപ്പോൾ ഡിഗ്രി PG ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 24 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ 25, ഇപ്പം ഞങ്ങൾ മലബാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ 25+ ഒക്കെ ആകുമ്പോഴത്തേക്കും കല്യാണം, ചുറ്റുപാടുകൾ, വീട്ടിലെ ഉത്തരവാദിത്തം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവന് പെട്ടെന്ന് തന്നെ ഒരു ജോലി വേണം എന്നുള്ളതായിരിക്കും ആഗ്രഹിക്കുക. പക്ഷെ PSCയിൽ അറിയാലോ, ചിലപ്പോൾ പെട്ടെന്നൊന്നും ഒരു വർഷം കൊണ്ടൊന്നും ചിലപ്പോൾ പിന്നെ നിയമനങ്ങളൊന്നും നടക്കണമെന്നില്ല, പരീക്ഷയും വേണ്ട രീതിയിൽ ആവണമെന്നില്ല, കുറച്ച് ഡിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു മെൻ്റലി ഉള്ളൊരു പ്രഷർ എന്ന് പറയുന്നത്, ഇത് പഠിക്കുകയും വേണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും വേണം എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോഴും പാരൻസിൻ്റെ അടുത്ത് അവൻ ആ പഠിക്കുന്ന അല്ലെങ്കിൽ അവൾ ആ പഠിക്കുന്ന സമയം അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവന് കുറച്ചും കൂടി പെട്ടെന്ന് അവൻ ജോലിയിലേക്ക് എത്തും എന്നുള്ളതാണ്. സാർ, ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. ഇപ്പോൾ നമ്മുടെ പച്ചവെള്ളത്തിൽ തന്നെ ഒരുപാട് പേര് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജോലി ചെയ്തിട്ട് PSC പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സംശയമാണ്. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇത്രയും സമയം കൊണ്ട് എനിക്ക് പഠിച്ചാൽ കിട്ടുമോ? അങ്ങനെയുള്ള ആൾക്കാരോട് എന്തായിരിക്കും പറയുന്നത്? അതെ, അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ പഠിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുക എന്ന് പറയുമ്പോൾ ആൾ അത്രയും കംഫർട്ട് സോണിലാണല്ലോ ഉണ്ടാവുക. അപ്പൊ ഈ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ള ആളുകൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു എമൗണ്ട് വേണം, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു എമൗണ്ട് വേണം എന്നുള്ള ആളുകളായിരിക്കുമല്ലോ ജോലിക്ക് പോയിട്ട് പഠിക്കുക. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ അത് തന്നെയാണ്. അവരിപ്പോൾ കംഫർട്ട് സോണിൽ അല്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഒരിക്കലും നമ്മൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് പോകാനും ഇറങ്ങാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ആ ജോലി സ്വാഭാവികമായിട്ട് പ്രൈവറ്റ് സെക്ടറിലായിരിക്കുമല്ലോ ചെയ്യുന്നത്, അതിലൊരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല.
അതിൽ നിന്നൊന്ന് കയറാനും പിന്നെ സ്വാഭാവികമായിട്ടും എന്താ പറയുക കംഫർട്ട് സോണിനെ പിന്നെ അത് അവൻ എക്കാലത്തും ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നലും കൊണ്ടാണ് അവൻ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജോലിയുടെ പ്രശ്നമില്ല, അതിൻ്റെ കൂട്ടത്തിൽ ഈ പഠനം കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ലോങ് ടേമിലേക്കൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 3 മണിക്കൂർ ഒക്കെ മാറ്റി വെക്കാൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവില്ല, ഏത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഉണ്ടാവുമല്ലോ. അത് ഉണ്ടെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും അവിടെ നിർബന്ധമായിട്ടും വേണം. ഇപ്പം PSC പഠിക്കുന്ന ഒരാൾക്ക് കോച്ചിങ് നിർബന്ധമാണോ? PSC പഠിക്കുന്ന ഒരാൾക്ക് കോച്ചിങ് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നിർബന്ധമല്ല. ഒരു കൃത്യമായിട്ട് ഒരു ഐഡിയ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഐഡിയ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം വരിക. അതായത് ഒരു 5-6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്ത് പരീക്ഷകളും മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് കോച്ചിങ് ഒന്നും വേണമെന്നില്ല. പക്ഷേ അതെല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. ചിലർക്ക് ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് സ്വന്തമായിട്ട് പഠിച്ചാൽ തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ കൂടുതൽ ആളുകളും ഒരു ഗൈഡൻസ് ആവശ്യമുള്ള ആളുകളായിരിക്കും. അവർ ഇപ്പം നമ്മളിപ്പോൾ ഡിഗ്രി വരെ പഠിച്ചാലും എല്ലാ സബ്ജക്റ്റും ഒന്നും നമ്മൾ പഠിക്കൂലല്ലോ. BA ഇംഗ്ലീഷ് എടുത്ത ഒരാൾ അല്ലെങ്കിൽ മാത്സ് പഠിച്ച ഒരാൾ, അവർക്ക് മാത്സ് ഓക്കെ ആയിരിക്കും, ഇംഗ്ലീഷ് ഓക്കെ ആയിരിക്കും, പക്ഷേ ഈ GK കാര്യങ്ങൾ ഓക്കെ ആയിരിക്കില്ല. നേരെ മറിച്ച് വേറെ മറ്റു ജനറിക് ആയിട്ടുള്ള ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് എടുത്ത ആളുകൾക്ക് ആ സബ്ജക്റ്റുകൾ ഓക്കെ ആയിരിക്കും, പക്ഷേ ഈ സയൻസ് സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ആവശ്യമുള്ള സബ്ജക്റ്റിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആവശ്യം ഉണ്ടാവും. മീൻസ് അവർക്ക് അറിയാത്ത കാര്യങ്ങളിൽ അവർക്കൊരു ഗൈഡൻസ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഗൈഡൻസ് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഗൈഡൻസ് നമ്മളെ അടുത്തോ വേറെ എവിടെയാണെങ്കിലും ഗൈഡൻസോടുകൂടി പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. സർ, പലർക്കും പല സ്ട്രാറ്റജീസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു PSC ആസ്പിറന്റിനോട് അല്ലെങ്കിൽ ഒരു PSC ആസ്പിറന്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്തായിരിക്കും? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അത് നമുക്ക് എല്ലാവരോടും കൂടിയും പറയാം അല്ലേ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ നന്നായിട്ട് പഠിക്കും, കുറേ പഠിക്കും, പരീക്ഷയുടെ തലേ ദിവസം വരെ ഇരുന്ന് പഠിക്കും, പക്ഷേ റിവിഷൻ ചെയ്യില്ല. ഇപ്പോൾ 1-4-7 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ഒരു ദിവസം പഠിക്കുന്നു, 4ാമത്തെ ദിവസം അത് ഒന്നും കൂടി റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് അത് കയറും. ഓക്കെ, 7ാമത്തെ ദിവസം ഒന്നും കൂടി റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലോങ് ടേം മെമ്മറിയിലായി. അപ്പോൾ റിവിഷൻ ചെയ്താൽ മാത്രമേ, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, പഠിച്ചതൊക്കെ മറന്നു പോവും, സ്വാഭാവികമായിട്ട് മറന്നു പോവും. അപ്പോൾ ചിലർ പഠനം മാത്രം ഉണ്ടാവും, റിവിഷന് സമയം കൊടുക്കില്ല. അപ്പോൾ ഈ 1-4-7 മെത്തേഡോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ചെയ്യാന്നുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥിയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ അവർക്ക് സക്സസ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും പറ്റൂല. കാരണം പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ റീസെന്റ് ഡേയ്സിൽ ഈ ആദ്യം പഠിച്ചതൊന്നും ഓർമ്മയില്ലെങ്കിൽ പിന്നെ ആള് ടോട്ടലി പണ്ടാര പറഞ്ഞ ഔട്ട് കംപ്ലീറ്റ്ലി എന്നുള്ള അവസ്ഥയായിരിക്കും. പിന്നെ ആൾക്ക് റിക്കവർ ചെയ്യാനേ പറ്റില്ല. അപ്പോൾ കൃത്യമായ ഇടവേളയിൽ റിവിഷൻ ചെയ്യണം. അത് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതാണ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. കറക്റ്റല്ലേ ആൻസർ? അവിടുന്ന് ചോദ്യം ഉണ്ടോ? ചോദിച്ചോ. കുറെ നാളുകൊണ്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന കാര്യമാണ്. അതായത് ഞങ്ങളുടെ ഒരു, അതായത് മീൻസ് ഇപ്പൊ യൂത്തിന് പൊതുവെ നമ്മളെ അത് അല്ല എന്ന് വെച്ചാൽ ഇൻ ജനറൽ നമ്മുടെ ഇപ്പൊ ഒരാളുടെ അടുത്ത് എന്താവാനാണ് ആഗ്രഹം അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു കരിയർ പ്ലാൻ ചോദിക്കുമ്പോൾ ഇൻ ജനറൽ ആരും PSC എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈവൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണമെന്നവര് വരെ ഇപ്പോൾ കുറവാണെന്നാണ് എൻ്റെ ഒരു തോന്നല്. അതിപ്പോ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പലരും നേരെ ലോൺ എടുത്ത് പുറത്തു പോയി പഠിക്കുക, അല്ലെങ്കിൽ വേറെ അവരുടെ കരിയർ പ്ലാൻസ് വളരെ ഡിഫറെന്റ് ആണ്. അതിൽ ആരുടെയും ഒരു കരിയർ പ്ലാൻ ആയിട്ട് നമ്മൾ PSC ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം നമ്മള് എന്താ പറയാ എല്ലാവർക്കും PSC ആ ഒരു അങ്ങനെ ജോലി നേടുക എന്നുള്ളതിനോട് ഒരു അവേർഷൻ തോന്നാനുള്ള ഒരു കാരണം എന്തായിരിക്കാം? നല്ലൊരു ചോദ്യമാണത്. അപ്പൊ അത് ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് പെട്ടെന്നുള്ള ചോദ്യമാണ്. അപ്പൊ 2 കാരണങ്ങളാണ് യൂത്തിന്റെ ഇടയിൽ PSC ആസ്പിറൻസ് കുറയാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തത്, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പഠിക്കുക, ഡിഗ്രി PG ഒക്കെ പഠിച്ചിട്ട് ഒരു ജോലിയിലേക്കാണ് നമ്മൾ പെട്ടെന്നൊരു ജോലി കിട്ടണം, സാലറി കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുക. ഇത് ഇത്രയും കാലം പഠിച്ചത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെയും നമുക്ക് ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ദഹിക്കാൻ യൂത്തിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു കാരണം. അപ്പോൾ പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകാരനാണ് ഒരുവിധം ആളുകൾ അതിലേക്ക് വരാത്തത്. പിന്നെ അങ്ങനെയുള്ള ആളുകൾ കുറേ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആയിട്ട് അവസാനം ഇതിലേക്ക് തന്നെ വരുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോഴത്തേക്ക് യൂത്ത് എന്ന് പറയുന്ന ആ ടേം മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ കാരണം അത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പലപ്പോഴും എന്താ പറയുക,
ഒരു നല്ലൊരു പാക്കേജ് ആണ് യൂത്ത് പൊതുവെ ആഗ്രഹിക്കുക. ഇപ്പൊ PSCയുടെ ഒക്കെ നമ്മുടെ ഒരു സ്കെയിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ഒരു 18,000 20,000 മുതൽ ഒരു 35,000 ഉള്ളിലൊക്കെ ആയിരിക്കും പാക്കേജ് ആയിട്ട് കാണുന്നുണ്ടാവുക. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് എൻട്രി ലെവൽ മാത്രമാണ്, ജോലിയിലേക്ക് കയറുന്ന സമയത്ത് മാത്രമാണ്. ആ യൂത്ത് ആയിട്ടുള്ള ഒരാൾ ഒരു 25 വയസ്സിൽ ജോലിയിലേക്ക് കയറുന്ന ഒരാൾ 56 വയസ്സ് വരെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഏതൊരു പ്രൈവറ്റ് സെക്ടറിലും കിട്ടാത്തൊരു പാക്കേജ് ആയിരിക്കും. അപ്പോൾ ലോങ് ടേം വിഷനിൽ കൺസിസ്റ്റന്റ് ആയിട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലി എന്നുള്ളതാണല്ലോ ഗവൺമെന്റ് സെക്ടറിലെ ജോലിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് നോക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു യൂത്തന്മാരും അതിലേക്ക് വരും. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആളുകളായിരിക്കും മേ ബി പെട്ടെന്നൊരു ജോലി, പെട്ടെന്നൊരു സാലറി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയാ കുറച്ചും കൂടിയൊക്കെ കേരളത്തിൽ നിന്ന് പുറത്തു പോകണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഇതിലേക്ക് വരാത്തത്. ചുരുക്കം ചില ആളുകൾ, ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇതിലേക്ക് വരും. അങ്ങനെ വരണം എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മളെ സിസ്റ്റത്തിനെതിരെയും ഇപ്പോഴും പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. PSCയിൽ നിയമനങ്ങളില്ല, പിൻവാതിൽ നിയമനമാണ്, പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടുന്നില്ല എന്നുള്ള കുറേയധികം ന്യൂസുകളും ചിലപ്പോൾ യൂത്തിനെ പിന്നോട്ടേക്ക് ആക്കുന്നുണ്ടാവും. അതൊരു പരിധി വരെ ശരി തന്നെയാണ്. ഇപ്പൊ LPSTയുടെ ഒക്കെ പ്രശ്നങ്ങൾ നമുക്കറിയാം. അതായത് എന്താ പറയാ, റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് കിട്ടിയ ആളുകൾക്കും നിയമനങ്ങളില്ല. അതൊക്കെ ശരിക്കും PSC ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ശുദ്ധ അതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയും കഷ്ടപ്പെട്ട് 4-5 വർഷമൊക്കെ LPUP ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നത് 3 വർഷത്തിന് ശേഷമാണ്. അപ്പൊ അത്രയും പഠിച്ചതിന് ശേഷം ഇനി തെരുവിൽ ഇറങ്ങി കുട്ടികളെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് ഓണവും പെരുന്നാളൊന്നും ഇല്ലാതെ ഇവിടെ സമരം ചെയ്യുന്നവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലേക്കും അപ്പുറമാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ PSC പരിഹരിച്ചേ മതിയാവുള്ളൂ. അപ്പൊ അതിന് പച്ചവെള്ളത്തിന്റെ പേരിലുള്ള ഐക്യദാർഢ്യം കൂടി നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ തീർച്ചയായിട്ടും മാറേണ്ടത് തന്നെയാണ്. നമ്മൾ അവർക്ക് ഒപ്പം ഉണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വേറെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് ഇപ്പോഴും കേരള PSCയിലാണ്. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങളുള്ള പോസ്റ്റുകൾ ഉണ്ട്. അതൊരു 100 എണ്ണത്തിൽ ഒരു 5 എണ്ണം ആയിരിക്കും. ഞാൻ ന്യായീകരിച്ച് പറയുന്നതല്ല. പക്ഷെ പ്രശ്നങ്ങളുള്ളതിന് തീർച്ചയായിട്ടും സൊല്യൂഷൻ നമുക്ക് വേണം. അപ്പുറത്തെ 100ൽ ഒരു 95 പോസ്റ്റും കൃത്യമായിട്ട് നിയമനങ്ങൾ നടന്ന് കമ്പനി ബോർഡ് LGS ഒക്കെ ഇപ്പൊ 3000-ലധികം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ 2 പോയിന്റാണ്, ഇപ്പൊ 3 പോയിന്റായി. ഒന്നാമത്തത് പിന്നെ ഒരു സാലറിയുടെ പ്രശ്നം, രണ്ടാമത് വീണ്ടും പഠിക്കുക എന്നുള്ളത്, മൂന്നാമത് ഈ സിസ്റ്റത്തിനോടുള്ള ഒരു അതൃപ്തി. ഓക്കെ, ഈ 3 കാരണം കൊണ്ടായിരിക്കും യൂത്ത് ചിലപ്പോൾ മേ ബി ഇതിലേക്ക് വരാത്തത്. അത് കൃത്യമായി മനസ്സിലാക്കി അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, ലോങ് ടേമിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് PSC എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-18 വർഷമായി. ഈ 18 വർഷം മുന്നേ ഒക്കെ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പഠിക്കുന്നുണ്ട്. PSC ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ജോബ് വേണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ PSCയുടെ റെലവൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, അങ്ങനെ ഇനി പെട്ടെന്ന് താല്പര്യം ഇല്ലാത്ത ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക, നല്ലൊരു ഇൻകം കിട്ടുന്ന ഒരു ജോലിയിലേക്ക് എത്താൻ ശ്രമിക്കുക, ഒപ്പം പാർട്ട് ടൈം ആയിട്ട് ഇതും കൂടി പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് മേ ബി ഫ്യൂച്ചറിലേക്ക് നല്ലതായിരിക്കും എന്നുള്ളൊരു സജഷനും കൂടി. ഉത്തരം ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാര്യം, അതായത് എക്സാമിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും സോഷ്യൽ മീഡിയ ഒഴിവാക്കുന്ന ഒരു ശീലമുണ്ട് ആൾക്കാർക്ക്. ഈ PSCക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഒഴിവാക്കണോ? കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് പേജുകളിൽ ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ വരുന്ന ഇഷ്ടം പോലെ പേജസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, പുതിയ പുതിയ അപ്ഡേഷൻസും SCRTയുടെ ഫാക്റ്റുകളൊക്കെ പ്രിസൈസ് ആയിട്ട് AI വീഡിയോസ് ആയിട്ടും കണ്ടന്റുകളൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് നല്ല നല്ല പേജസ് ഉണ്ട്. അതൊക്കെ നമ്മളൊരു എന്താ പറയുക, ഒന്ന് ബുക്ക് മാത്രം പഠിച്ച് ബോറടിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് ആ കണ്ടന്റും കൂടെ പഠിക്കുക, എൻ്റർടൈൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത് നല്ലതാണ്. പക്ഷേ അതുവഴി പിന്നെ ട്രാക്ക് മാറിപ്പോയിട്ട് എന്താ പറയുക, ബാക്കിയുള്ള കണ്ടന്റുകളിലേക്ക് കൂടെ പോകുമ്പോഴാണ് പിന്നെ സമയം വേസ്റ്റ് ആവുന്നത്. അതൊന്നും മൈൻഡിൽ ഉണ്ടായാൽ മതി, നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് കാര്യമൊന്നും മൈൻഡിൽ ഉണ്ടായാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഓർമ്മ വന്നാണ് ഈ ChatGPT, Gemini, Claude പോലെയുള്ള AI ചാറ്റ് അസിസ്റ്റന്റുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറിയുമായി ബന്ധപ്പെട്ട ഒരു PYQ കണ്ടു എന്ന് വിചാരിക്കാം. അപ്പൊ അത് പഠിക്കുന്ന കൂട്ടത്തിൽ ആ ക്വസ്റ്റ്യൻ ChatGPTയിൽ അടിച്ചു കൊടുത്തിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു 25 MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT നമുക്കൊരു 10-25 ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും. അപ്പൊ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പലരും ഇപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരോടാണ് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ ടോപ്പിക്കും ഡീപ്പായിട്ട് തന്നെ പഠിക്കാൻ ഈ പറയുന്ന AIയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള കണ്ടന്റുകളൊക്കെ നമ്മളെ സഹായിക്കും.
സാർ അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ പഠനം എങ്ങനെയാണ് ശരിയായ രീതിയിലാണ് പോകുന്നത്? ഇപ്പം ChatGPT നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ജെമിനി, ക്ലൗഡ് പോലെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഇതിൻ്റെതായിട്ടുള്ള പല ലിമിറ്റേഷൻസ് ആണ്, മീൻ അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ പഠനം എങ്ങനെയാണ് ശരിയായ രീതിയിലാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഓക്കെ, അത് ഈ ChatGPT റിലേറ്റഡ് ആണോ ചോദിച്ചത്, അത് ജനറിക് ആയിട്ട് ചോദിച്ചാണ്? ജനറിക് ആയിട്ട്. അതായത് നമ്മൾ പഠനം നമ്മൾ കറക്റ്റ് ട്രാക്കിലാണോ എന്ന് മനസ്സിലാക്കാൻ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതല്ല, 1-2 ദിവസം വേറെ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ഒരു ചിന്തയോ കാര്യങ്ങളോ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴും അയാൾ ആ കറക്റ്റ് ട്രാക്കിലേക്ക് എത്തിയിട്ടില്ല, പഠനത്തിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ആ മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ 1-2 ദിവസം ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കണമല്ലോ, അപ്പുറത്ത് ഓവർ ടൈം വരുമല്ലോ എന്ന് പറയുന്ന ഒരു ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ അയാൾ നന്നായി പഠിക്കുന്ന ഒരാളാണ്. ട്രാക്ക് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഹാർഡ് വർക്കിനെയും സ്മാർട്ട് വർക്കിനെയും കൃത്യമായി പിക്ക് ചെയ്യുന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഒരു ടോപ്പ് റാങ്കർ ആവാനുള്ള ക്വാളിറ്റി എന്താ? ടോപ്പ് റാങ്കർ ആവാനുള്ള ക്വാളിറ്റി ഒറ്റ വാക്കിൽ പറയണോ അതോ ഡീറ്റെയിൽ ആയിട്ട് പറയണോ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. അതായത് പിന്നെ ഇതൊരിക്കലും ബ്രേക്ക് വരേണ്ട ഒരു കാര്യമല്ല. എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളും എല്ലാ മിനിറ്റുകളും സെക്കൻഡുകളും ഇതിനു വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ പലർക്കും ഈ പറയുന്ന PSC ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഭയങ്കര ആവേശത്തിൽ അങ്ങ് വരും, ആ കോഴ്സ് എവിടെ, ബുക്ക് എവിടെ, സബ്സ്ക്രിപ്ഷൻ എങ്ങനെ എടുക്കാന്നൊക്കെ ചോദിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 മാസം കഴിയുമ്പോൾ പിന്നെ അതങ്ങനെ ഡൗൺ ആയിട്ട് വരും, പഠനവും മെല്ലെ ഡൗൺ ആയിട്ട് വരും, ഗ്യാപ്പുകൾ കൂടും. പിന്നെ അടുത്ത എന്തെങ്കിലും, അതായത് എക്സാമിൻ്റെ കലണ്ടർ വരിക, ഡേറ്റ് വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ ഇനി ഒന്നും കൂടിയൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക എങ്ങനെയാണെന്നുള്ള രൂപത്തിൽ ചിന്തിക്കുക. അത് ഗ്രാഫാണ്, അപ്പ് ആൻഡ് ഡൗണുകളാണ് പഠനത്തിൽ വരുന്നത്. പക്ഷെ നമ്മുടെ പഠനം എപ്പോഴും എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം ഗ്രാഫ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് PSC കിട്ടുള്ളൂ, അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം കൺസിസ്റ്റൻസി നമ്മൾ പറഞ്ഞ പോലെ തന്നെ PSC ആസ്പിറൻസിന് ഉണ്ടാവാൻ പോകുന്ന മറ്റൊരു വലിയൊരു ഫാക്ടറാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹിഡൻ സിലബസ് ആണോ? ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഇപ്പം ഈ ടെൻഷൻ റിലേറ്റഡ് ആയിട്ടും കൂടി പറയാലോ. ഇപ്പോൾ ഒട്ടും പഠിക്കാത്ത ആളുകൾക്കും ടെൻഷൻ ഉണ്ടാവില്ല, നന്നായി പഠിച്ച ആളുകൾക്കും വലിയ ടെൻഷൻ ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾക്കാണ്, കുറച്ച് പഠിച്ചു, എന്തൊക്കെയോ പഠിച്ചു, എന്നാൽ കൃത്യം പൂർണ്ണമായിട്ടില്ല എന്ന് പറയുന്ന ആളുകൾക്കാണ് ഈ ടെൻഷൻ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഒട്ടും പഠിക്കാത്ത ആളുകൾ അത് പിന്നെ കാറ്റഗറിയിൽ നമ്മൾ കൂട്ടേണ്ട ആളുകളല്ല, നന്നായി പഠിക്കുന്ന ആളുകളാവുക, ഓവർ തിങ്കിങ് ഒന്നും ഇല്ലാതെ ടെൻഷൻ ഇല്ലാത്ത രൂപത്തിലേക്ക് നമ്മളെ പഠനത്തെ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നന്നായി പഠിച്ചു പോയാൽ നമുക്ക് പരീക്ഷ എഴുതാൻ ഒരു ഇഷ്ടമായിരിക്കും, അല്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അതേപോലെ നന്നായി പഠിച്ച എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും. ആ ഇഷ്ടത്തിലേക്ക് PSC പരീക്ഷയും നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ്ങും ടെൻഷനും ഒന്നും ഉണ്ടാവില്ല. പിന്നെന്ത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ വല്ലാണ്ടൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഡെയിലി വീട്ടിൽ നിന്ന് എഴുതുന്ന OMR പരീക്ഷ പോലെ തന്നെയാണ് ആ പരീക്ഷാ ഹാളിൽ 1.5 മണിക്കൂർ എന്ന് വിചാരിച്ച് കൂളായിട്ട് അങ്ങ് പോയി പരീക്ഷ ചെയ്ത് പറയാൻ എളുപ്പമാണ്, പക്ഷേ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, നമ്മൾ OMR 1000 OMR എഴുതി പ്രാക്ടീസ് ചെയ്ത കുട്ടികളൊക്കെ ഉണ്ട്. 1000 OMR അവനെ സംബന്ധിച്ചിടത്തോളം 1001ാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാവില്ല. നേരെ മറിച്ച് ചിലർ പഠിക്കും, ഒരുപാട് പഠിക്കും, പക്ഷെ പരീക്ഷകളൊന്നും എഴുതി നോക്കൂല. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ടെൻഷനും എന്താവുക എന്നുള്ള തിങ്കിങ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, പരമാവധി മോഡൽ എക്സാമുകൾ എഴുതുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അത് അവിടെ എവിടെയും ചെയ്ത് നോക്കുകയല്ല, 100 ചോദ്യങ്ങൾ 1.5 മണിക്കൂർ ഒരു ടേബിളിൽ ഇരുന്ന് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത രൂപത്തിൽ ഫോണൊക്കെ സൈലന്റ് ആക്കിക്കൊണ്ട് തന്നെ പരീക്ഷകൾ ഒരുപാട് എഴുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ കുറയും. ടെൻഷൻ കുറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഓവർ തിങ്കിങ്ങും കുറയും എന്നുള്ളതാണ്. ഓക്കെ, എക്സാം അടുക്കും തോറും ഈ കോൺഫിഡൻസ് കുറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതും ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ കോൺഫിഡൻസ്, പിന്നെ എക്സാം അടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ റെഗുലർ ഇൻ്റർവെല്ലിൽ റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാം അടുക്കുമ്പോൾ പുതുതായിട്ട് നമുക്കൊന്നും പഠിക്കാനില്ല, പഠിച്ചത് തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. ആ രൂപത്തിലേക്ക് നമ്മളെ പഠനം അവസാന ഘട്ടത്തിൽ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പരീക്ഷ മാറ്റി വെക്കുമ്പോൾ
ടെൻഷനുള്ള കുറെ ആളുകളില്ലേ, സങ്കടമുള്ള ആളുകളില്ല, അവരൊക്കെ ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞവരാണ്. ഇപ്പോൾ ചിലർക്ക് പരീക്ഷ മാറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ആളുകളുണ്ടാവും, അവർ പഠിക്കാത്തവരാണ്, പഠിച്ച് തീരാത്തവരാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു ട്രാക്ക് നിശ്ചയിക്കുക. നമ്മളിപ്പോൾ ഒരു അജണ്ട വേണം നമുക്ക്. ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ പഠിച്ചു തീരും, ഇത്ര സമയം കൊണ്ട് നമ്മൾ റിവിഷൻ ചെയ്യും, അതിനുള്ളിൽ ഇത്ര മോഡൽ എക്സാമുകൾ ചെയ്യും എന്ന് പറയുന്ന സ്റ്റാറ്റസ് നമുക്ക് വേണം, നമുക്കൊരു ഗൈഡ് ലൈൻ വേണം. അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിലോ കാര്യങ്ങളിലോ പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളത്. സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കമ്പാരിസൺ വരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ കോച്ചിങ് സെന്ററിൽ പഠിക്കുമ്പോൾ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മാർക്കും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളതാവുമ്പോൾ നമുക്കും നമ്മൾ മുമ്പിലാണോ പിറകിലാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ അതൊന്നും പറ്റില്ല, അതൊന്നും പോസിബിൾ അല്ലല്ലോ. ഇത് മോഡൽ എക്സാമുകളും നെഗറ്റീവ് മാർക്കോടുകൂടി പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ആ ഒരു എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് കിട്ടും, നമ്മൾ എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെങ്കിലും മനസ്സിലാവും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്യുന്ന സമയത്തും ഈ മാർക്ക് കുറയുന്ന പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും മാർക്കുകൾ ഉണ്ടാവുന്നത്. അപ്പൊ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറവാകുന്ന കുട്ടികളോട് എന്തായിരിക്കും പറയാനുണ്ടാവുന്നത്? മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറവാണെങ്കിൽ ഇത് പഠന തുടക്കത്തിലാണോ അതോ കുറെ പഠിച്ചതിന് ശേഷമാണോ? ഇല്ല, കുറെ അത്യാവശ്യം ഒരു ബേസിക് ആയിട്ട് അറിയുന്ന ആളാണ്, പക്ഷെ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അയാൾ ചെയ്തിട്ടില്ല. നമുക്ക് ഒരേ ക്ലാസ്സിൽ തന്നെ പല രീതിയിലുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ? അതിൽ പല കാര്യങ്ങളുണ്ട്. ചിലര് ഒരുപാട് പഠിക്കുന്നുണ്ടെങ്കിലും ചില ആളുകൾ പഠിക്കുന്ന ഏരിയ ചിലപ്പോ സിലബസിനെ ഫോക്കസ് ചെയ്തിട്ടാവില്ല. സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ആ രൂപത്തിലാണ് പഠനമെങ്കിൽ ആൾക്കൊരിക്കലും മോക്ക് ടെസ്റ്റിൽ ഒരു 50 താഴെയൊന്നും ഒരിക്കലും പോകില്ല. പിന്നെ ചിലരുണ്ടാവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കും, ഇഷ്ടമില്ലാത്തത് അവിടെ ഇടും. അങ്ങനെയുള്ള ആളുകൾക്കാണ് മോക്ക് ടെസ്റ്റിൽ പൊതുവെ മാർക്ക് കുറയാറുള്ളത്. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സിലബസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, വെയിറ്റേജുകൾ മനസ്സിലാക്കുക. ഇപ്പോൾ ടോപ്പിക്ക് മാത്രമല്ല, ഓരോ ടോപ്പിക്കിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങൾ വരും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൈപ്പിസ്റ്റ് ഒക്കെ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് 40 മാർക്കിനാണ് വേർഡും എക്സലും പവർ പോയിന്റും കമ്പ്യൂട്ടർ ഫണ്ടമെന്റലും കൂടെ ചോദിക്കുക. ഓക്കെ, 40 മാർക്കിനാണ്. ഇത് പലരും കമ്പ്യൂട്ടർ ഫണ്ടമെന്റലിനും വേർഡിനും എക്സലിനും പവർ പോയിന്റിനും തുല്യമായിട്ടുള്ള സമയം കൊടുക്കും, പഠിക്കും. പക്ഷെ അവിടെ വെയിറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. പവർ പോയിന്റിൽ നിന്ന് 4-5 ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ, നേരെ മറിച്ച് വേർഡിൽ നിന്ന് 15 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ വേർഡ് എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള പഠനം, അതിനനുസരിച്ചുള്ള റിവിഷനും അതിന് മാറ്റി വെക്കണം. അപ്പോൾ വെയിറ്റേജുകൾ നോക്കി സിലബസ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മോഡൽ എക്സാമുകൾ എഴുതുന്ന സമയത്ത് അവർക്കൊരു മിനിമം മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇനി അവിടെയും കുറവാണെന്നുണ്ടെങ്കിൽ ആളുടെ പഠനം പ്രോപ്പർ ട്രാക്കിലല്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മോഡൽ എക്സാമുകൾ എഴുതിക്കൊണ്ടേയിരിക്കണം. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഒരു 80 മാർക്കിൽ കൂടുതൽ പരീക്ഷ എഴുതാൻ പറ്റുന്ന ചോദ്യപേപ്പർ ഉണ്ട്, 50 കൂടുതൽ മാർക്ക് കിട്ടാൻ പറ്റാത്ത ചോദ്യപേപ്പർ, ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചോദ്യപേപ്പർ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ വേരി ചെയ്യെങ്കിലും സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ ഈ ലെക്കും PSC തമ്മിലൊരു കണക്ഷൻ, അതെ, ചിലർ പറയില്ലേ അത് കിട്ടണമെങ്കിൽ ഭാഗ്യം വേണം, PSC കിട്ടണമെങ്കിൽ വേണം ഭാഗ്യം. ഒരു ലെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ട് ഒരിക്കലും PSC കിട്ടൂല. അത് ലോട്ടറി കിട്ടിയാലും PSC കിട്ടൂല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു ലക്ഷക്കണക്കിന് ഫാക്ടുകൾ പഠിച്ച് അതിനകത്ത് 100 ചോദ്യങ്ങൾ സോർട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് വരിക എന്ന് പറയുന്നത് അവിടെ ഒരു ഭാഗ്യമുണ്ട്. പക്ഷേ ഈ 100 ചോദ്യങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവണമെന്ന് പറയുന്നത് അത്രയൊന്നും ഭാഗ്യം ആർക്കും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ പരീക്ഷാ ഹാളിലെ ആ 100 ചോദ്യങ്ങൾ എഴുതുക എന്നുള്ളതിനൊരു ഭാഗ്യം വേണം, അതിലുപരി പഠിക്കുകയും വേണം. ഒപ്പം തന്നെ ഈ റൊട്ടേഷൻ ചാർട്ടുകളും റിസർവേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ടേണിന് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് ഭാഗ്യം കൂടെ വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അതിനൊരിക്കലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സിലബസ് മനസ്സിലാക്കി റിവിഷൻ ചെയ്ത് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്ത് നമ്മുടെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. പിന്നെ പിൻവാതിൽ നിയമനാണ്, അവിടെ ജോലിയില്ല, ഇവിടെ ജോലിയില്ല, പഠിച്ചിട്ട് എന്താ, കുറേ കാലമായില്ലേ എന്ന് പറയുന്ന പിന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും അമ്മായിമാരുടെയും ഒക്കെ എന്ത് ചെയ്യുക? ചോദ്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക, നമ്മളെ പണിയെടുത്തോണ്ടിരിക്കുക. അത് പറഞ്ഞപ്പോഴാണ് അതിൽ ഏറ്റവും വലിയൊരു ചോദ്യമാണ് ജോലി ആയില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ ജോലി ആയില്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് സാർ എങ്ങനെയായിരിക്കും? ജോലി ആയില്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടിയേ കൊടുക്കണ്ട എന്നുള്ളതാണ്. ജോലി ആവുന്ന സമയത്ത് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം അവരുടെ ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുത്തു എന്ന് വിചാരിക്കുക, ഒരിക്കലും അവരവിടെ നിൽക്കൂല, അവരെന്തെങ്കിലും മറുചോദ്യം ചോദിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അവിടെ നമുക്ക് വേറെ കാര്യം, PSC ഉദ്യോഗാർത്ഥി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ചോദ്യം എന്താ? ഈ ചോദ്യങ്ങൾ മറ്റുള്ളവർ ചോദിക്കുന്നത് നമ്മളത് ഒഴിവാക്കി വിടുക, വേറെ ഒന്നും അതിനകത്ത് ചിന്തിക്കാനില്ല.
പിന്നെ PSC ഉദ്യോഗാർത്ഥി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ പലരും എന്താ പറയാ പിന്നെ പ്രിലിംസ് മെയിൻസ് ഉള്ള പരീക്ഷകളിൽ പ്രിലിംസ് വരുമ്പോൾ തന്നെ എന്താ കൊട്ടിഘോഷിക്കും, പ്രിലിംസ് ക്രാക്കായി. സംഭവം സത്യം സന്തോഷമുള്ള കാര്യം തന്നെയാണ്, പക്ഷേ പ്രിലിംസ് എന്ന് പറയുന്നത് ചെറിയൊരു കടമ്പ മാത്രമാണ്. അപ്പോൾ മെയിൻസും കൂടെ കിട്ടി അതിന്റെ ആദ്യ റാങ്കുകളിൽ വന്നാലേ ആൾക്ക് ജോലി കിട്ടുള്ളൂ, അറിയാലോ. അപ്പോൾ പ്രിലിംസ് കിട്ടി അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരല്ലാതെ പൊതുവെ പബ്ലിക്കിലേക്ക് അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ അഥവാ കിട്ടിയില്ലെങ്കിൽ പിന്നെ അയാൾക്ക് മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആവും. കാരണം ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇവനല്ലേ നമ്മളിപ്പോൾ പ്രിലിംസ് കിട്ടി റാങ്ക് ലിസ്റ്റിൽ വന്നു എന്നുള്ളതായിരിക്കും മറ്റുള്ളവരോട് പറഞ്ഞത്, പക്ഷെ അത് 4 ആളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർക്ക് ജോലി കിട്ടി എന്നുള്ള രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക, അത് ബുദ്ധിമോശമാണ്. എന്ത് ചെയ്യുക, ജോലി കിട്ടി അഡ്വൈസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആഘോഷിച്ചോളൂ. കാരണം അത് ലൈഫിലേക്ക് ടോട്ടലി ഉള്ള ഒരു ആഘോഷമായിട്ട് അതിനെ കാണാം നമുക്ക്. അതെ അതെ, ഉറപ്പായിട്ടും. ഇപ്പം റാങ്ക് കിട്ടിയവരെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കിട്ടാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? അതായത് നമുക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളായിരിക്കും ഇത് കിട്ടാത്തതിന് കാരണം. ഗൈഡൻസിന്റെ പ്രശ്നമായിരിക്കും, സ്മാർട്ട് വർക്കിന്റെ പ്രശ്നമായിരിക്കും, സിലബസ് അനാലിസിസിന്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കും നമുക്ക് കിട്ടാത്തത്. പിന്നെ ഇതൊന്നും അല്ലാത്ത വേറൊരു കാരണം എന്ന് പറയുന്നത് ഇന്റലിജൻസ് പ്രശ്നം ഉണ്ടാവും. അത് നമുക്ക് എല്ലാവരും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. ചിലർക്കൊക്കെ ഈ പറയുന്നത് പിന്നെ ദഹിക്കണമെന്നില്ല, പക്ഷെ നമ്മൾ ചിലരൊക്കെ ഉണ്ടാവും എത്ര പഠിച്ചാലും അങ്ങ് തലയിലേക്ക് കയറൂല, മറന്നുപോകും, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, പഠിക്കുക, മറ്റുള്ളവർക്കൊപ്പം എത്താൻ വേണ്ടിയിട്ട് മാക്സിമം വർക്ക് ചെയ്യുക. അവർ മറ്റുള്ളവർ ചെയ്ത നേരത്തെ നമ്മൾ പറഞ്ഞ ഹാർഡ് വർക്കിന്റെ സ്മാർട്ട് വർക്കിന്റെ അത്രയും പോരാ, അവർ കുറച്ചും കൂടി വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം കാരണമാണ് ജോലി കിട്ടാത്തത്. ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാരണം കൊണ്ടാണ് ആൾക്ക് പിന്നെ റാങ്ക് ലിസ്റ്റിലേക്കോ ഈ പറയുന്ന ജോലിയിലേക്കോ എത്താൻ സാധിക്കാത്തത്. അപ്പോൾ ഓരോ പരാജയങ്ങളും അയാൾ ഐഡന്റിഫൈ ചെയ്യുക, എന്താണ് ആളുടെ പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് വർക്ക് മാറ്റി ഒരു സ്ട്രാറ്റജിയിലായിരിക്കും ആൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഒന്നും കൂടി പിന്നെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കും കിട്ടും. കിട്ടാത്തതായിട്ട് ആരുമില്ല. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 10,000 ആളുകളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 10 പേർക്കോ 15 പേർക്കോ ആയിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ ജോലി കിട്ടുക. ബാക്കിയുള്ളവരും വർക്ക് ചെയ്യുന്നുണ്ട്, ഈ 15 പേരും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 15 പേർക്ക് കിട്ടാൻ കാരണം എന്താ, അവരൊന്നും കൂടിയും എന്തോ സ്പെഷ്യലായിട്ട് ചെയ്തു എന്നുള്ളതല്ലേ. നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന എല്ലാവരും ഒരേപോലെ ആണെന്നുണ്ടെങ്കിലും അവരും കൂടിയും എഫേർട്ട് എടുക്കണം. അൾട്ടിമേറ്റ്ലി ഉദ്യോഗാർത്ഥിയുടെ കയ്യിലാണ് ഈ കിടക്കുന്നത്. എവിടെ കോച്ചിങ്ങിന് പോയാലും ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ എന്ത് തന്നെ പഠിച്ചു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ആ 1.5 മണിക്കൂർ പരീക്ഷാ ഹാളിലുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ് വിന്നിലേക്ക് എത്തുക. അപ്പോൾ അതിനനുസരിച്ച് മാനസികമായിട്ടും ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ കൂടി പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പിന്നെ ഒരിക്കലും ജോലി കിട്ടാത്ത ആളുകളോ അല്ലെങ്കിൽ ഇപ്പോൾ പരാജയപ്പെട്ട ആളുകളോ ഡൗൺ ആവരുത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ശ്രമം കൂടി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിജയിക്കുമായിരിക്കും. അതുവരെ ശ്രമിക്കുക, ഒരു ശ്രമം കൂടി നടത്തുക. ഇപ്പം നല്ല സമയമാണ്. അതായത് LDCയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാനായിട്ടുണ്ട്. LGS ഒക്കെ നോക്കുന്ന ആളുകൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. LPUP കുറച്ച് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തിന് ശേഷം വരുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷകളുണ്ട്. അപ്പോൾ എല്ലാത്തിനും പഠിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നേരത്തെ പഠിച്ച് നിർത്തിയവർക്കും ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും, കിട്ടാതെ പോനാ. അതെ. വേറെ രീതി ചോദിക്കുകയാണെങ്കിൽ കുറച്ച് പേഴ്സണലാണ്. സാർ ആദ്യമായിട്ട് പഠിപ്പിച്ച ആരെയാന്ന് ഓർമ്മയുണ്ടോ? സാർ ആദ്യത്തെ സ്റ്റുഡന്റ് ആരാണ്? PSC ആണോ അതോ അല്ല, ആദ്യമായിട്ട് പഠിപ്പിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് പഠിപ്പിച്ച ആരാന്ന്? അതായത് ആക്ച്വലി ഞാനൊരു ടീച്ചർ ആവണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. അതായത് പണ്ട് ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് 17 കൊല്ലം ബാക്കിലായിരിക്കും, 2008-ലോ 2009 നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു പയ്യൻ, വാടകയ്ക്ക് വന്നൊരു പയ്യനായിരുന്നു. ആ വീട്ടിലെ ഒരു അമ്മ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാണ്, പിന്നെ അവൻ സ്റ്റേറ്റിൽ നിന്ന് CBSE-യിലേക്ക് മാറിയിട്ടുണ്ട്, അവനൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അവനൊന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് നമ്മളത് ഒരിക്കലും ഇതെന്താ സംഭവം എന്നോ ടീച്ചിങ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ബുക്ക് നോക്കി. അപ്പോൾ എന്താ പറയുക, 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ 5ാം ക്ലാസ്സാണ്. അപ്പോൾ പിന്നെ വളരെ ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവന്റെ തലയാട്ടൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അവന് കാര്യം മനസ്സിലാവുന്നുണ്ടോന്നോ ഇല്ലാന്നോ. അപ്പോൾ അവനത് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ അവന്റെ അമ്മ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ചെക്കന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അന്നാണ് ഫസ്റ്റ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്കൊരു ടീച്ചർ ആവാൻ പറ്റുമെന്നുള്ള കാര്യം.
അത് പിന്നെ അങ്ങനെ സെമിനാറുകളിലേക്കും പിന്നെ ആ പയ്യനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ കോളേജിൽ സെമിനാർ എടുക്കുമ്പോഴൊക്കെ എനിക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരുന്നു. അവിടെ നമ്മളെ പഠിപ്പിച്ചൊരു സാറുണ്ട്, ഒരു സാബു സാറ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒരു സെമിനാർ കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു, നിന്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു പവർഫുൾ ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ആ വേർഡ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് എന്താ പറയുക, അപ്പം ഞാൻ തന്നെ ഓട്ടോമാറ്റിക്കലി റിയലൈസ് ചെയ്തു എന്താണ് ഒരു ടീച്ചിങ്ങിലേക്ക് പോകാന്നുള്ളത്. പിന്നെ എൻ്റെ കരിയറിൽ ടീച്ചിങ് വിട്ടുള്ള ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ PGക്കൊക്കെ MCA ഒക്കെ പഠിച്ചത്, എല്ലാവരും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാനൊന്നും ട്യൂഷൻ എടുക്കാനും കുട്ടികൾ പഠിപ്പിക്കാനൊക്കെ ആയിരുന്നു പോയിരുന്നത്. കഴിഞ്ഞിട്ടും പിന്നെ ഈ ഫീൽഡിലേക്ക് തന്നെയാണ് എത്തിയത്. അതാണ് നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ തന്നെയാണ് തുടങ്ങുന്നത്. ഇപ്പം സാബു സാറ് പറഞ്ഞ പവർഫുൾ ടീച്ചർ തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ആ പവർഫുൾ ടീച്ചർ തന്നെയാണോ പച്ചവെള്ളം എന്നൊരു ഓർഗനൈസേഷൻ തുടങ്ങാനായിട്ട് സാർക്ക് ഉണ്ടായിട്ടുള്ള ഒരു മോട്ടിവേഷൻ? ഒരിക്കലും അല്ല. ഞാൻ ഒരു ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ച ഒരു ടീച്ചറാണ്. ഏതെങ്കിലും ഒരു കോളേജിൽ പഠിപ്പിക്കുക, കുറച്ച് കുട്ടികളെ മാത്രം പഠിപ്പിക്കുക, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോവുക, പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ട് ചെലവഴിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ പല പല സാഹചര്യം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത്. അതെല്ലാം കൂടെ പറയണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കൂടാ. അതായത് പിന്നെ യാദർശികമായിട്ട് ചുരുക്കി പറയാം, കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് യാദർശികമായിട്ട് വന്നു. പിന്നെ അങ്ങനെ വന്നതിന് ശേഷം കുട്ടികളെ ഈ ഓൺലൈൻ ഫീൽഡിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പോൾ കോളേജിൽ പോയിട്ട് ഞാൻ 5 വർഷം കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വൈബായിരിക്കും. ഓണം പരിപാടി, ക്രിസ്മസ് പരിപാടി, ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു പരീക്ഷ എഴുതുക, പാസ്സാവുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കുട്ടികൾ പോകും, ചിലർ നമ്മളായിട്ട് വീണ്ടും കോൺടാക്ട് ഉണ്ടാവും, അങ്ങനെയൊക്കെ അങ്ങനെ പോകും. പക്ഷേ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിപ്പിക്കുന്ന സമയത്ത് ഒരാളുടെ ലൈഫാണ് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നത്. മറ്റേത് അവിടെ ഒരു മാർക്കാണ് കിട്ടുന്നത്, ഇതൊരു ലൈഫാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ സാറേ ജോലി കിട്ടി, എൻ്റെ കുടുംബമാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത്, വിളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷനാണ് ആക്ച്വലി ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്രചോദനമായിട്ടുള്ളത്. പിന്നെ ആ ജേണി ഇപ്പോൾ 5 വർഷം ഞാൻ വേറൊരു ഫീൽഡിൽ വേറൊരു ആപ്പിൽ ക്ലാസ് എടുക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു ആപ്പിൽ നിന്ന് പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരു ലീവിങ് വരേണ്ട ഒരു സാഹചര്യം വന്ന സമയത്ത് ഇനി എന്ത് എന്ന് പറയുന്ന ചോദ്യത്തിൽ ഒരുപാട് ആളുകൾ ക്ലാസ് എടുക്കാൻ വേണ്ടി അപ്പോഴും നമുക്കൊരു ഓപ്ഷൻ തന്നിരുന്നു. പിന്നെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ 100% ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ആ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ പിന്നെ നമുക്കൊരു എന്താ പറയുക, നമുക്ക് വലിയൊരു മുകളിൽ നിന്നുള്ള ഓർഡറോ കാര്യങ്ങളോ ഒന്നും പേഴ്സണലി ഇഷ്ടമല്ല. ചെയ്യുന്ന കാര്യങ്ങൾ വെടിപ്പായിട്ട് ചെയ്യുക. പിന്നെ അതിനകത്തുനിന്ന് പിന്നെ കുറേ അധികം അപ്പോൾ പിന്നീട് ഞാൻ അങ്ങനെ ആലോചിച്ചു, നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിലല്ലേ പറ്റുള്ളൂ. പിന്നെ കുറച്ചും കൂടി നരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനൊന്നുള്ളൊരു ബാല്യം ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ട് ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടാണ്. അതിനുള്ളൊരു മോട്ടീവ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ സ്റ്റുഡൻസ് തന്നെയാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഒരു ലൈവ് ക്ലാസ്സിൽ വാടാന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ തന്നെ വരുന്ന ഒരു 250-300 ആളുകളെങ്കിലും മിനിമം ഉണ്ടാവുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് നമുക്ക് ആ ധൈര്യം കിട്ടിയത്. നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ അപ്പോൾ ഏകദേശം ഒരു 25,000 കുട്ടികളുണ്ടായിരുന്നു ഈ 5 വർഷം കൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നിന്നാണ് ഈ പച്ചവെള്ളം എഡ്യൂക്കേഷൻ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഫോം ചെയ്യുന്നത്. ഞാൻ ആദ്യം അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു, നമുക്ക് സ്വന്തമായിട്ട് ഒരു ആപ്പ് തുടങ്ങിയാലോ എന്നുള്ളത്. അതിന്റെ കമന്റ് ബോക്സ് ആണ് ആക്ച്വലി എന്നെ ഇവിടെ എത്തിച്ചത്. കാരണം ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് എനർജി തന്നു അവര്. തുടങ്ങുക സാറേ എന്ന് പറഞ്ഞു, എന്നെ മോട്ടറാക്കിയതാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ മോട്ടിവേറ്റഡ് ആയി, ഞാനത് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ ദൈവം സഹായിച്ച് നമുക്ക് ഒരു 5 ലക്ഷം വരുന്ന സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലൊരു 50,000 പേര് നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സ് ആണ്. അതിൽ 1000-കണക്കിന് ആളുകളെ നമ്മൾ ജോലിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടുന്ന് ഈ ഒരു 2-2.5 വർഷം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്തൊരു കാര്യം. 2-2.5 വർഷം എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി 5+2 ആണ് വരുന്നത്. 7 years ആയി പച്ചവെള്ളം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയും ഫാമിലിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഓഡിയൻസിനോടാണ്. കാരണം നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സപ്പോർട്ടാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കാര്യങ്ങൾ. കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യണം എന്നാണ് ഓരോ നിമിഷം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്നു. ഞാൻ ഓവറായോ? ഒരിക്കലും ഇല്ല. അപ്പൊ സാറിന് ക്വാളിറ്റി ടൈം കിട്ടാറുണ്ടോ വീട്ടുകാരുടെ ഒപ്പം? ഇതൊക്കെ ഇവിടെ പറയാൻ സമയം വളരെ കുറവാണ്. ഇപ്പൊ ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി ഒരു ബിസിനസ് എന്നുള്ളതിനേക്കാളും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ബിസിനസ്സുകാരന് കുറേ അധികം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്വാളിറ്റി ടൈമൊക്കെ വളരെ കുറവാണ്. പക്ഷെ അപ്പോഴും എന്താ പറയാ, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തണമല്ലോ. അതാണല്ലോ നമ്മൾ എന്തില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലി വലുതാണല്ലോ. അപ്പോൾ
അതിനുവേണ്ടി സമയം കണ്ടെത്തി ചെയ്യും. ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും നമ്മളിവിടെ സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ മക്കളെ നോക്കുന്ന പോലെയാണ് ഇപ്പോൾ നോക്കുന്നത്. മക്കളെ നോക്കുന്ന ഒരു ദിവസം എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, പപ്പക്ക് എന്നെയാണോ പച്ചവെള്ളത്തിനെയാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ ഒന്ന് ആലോചിച്ചിട്ടാണ് ഉത്തരം പറഞ്ഞത്, കാരണം അവളുടെ ഇടയിൽ പിടിച്ചേക്കണല്ലോ. അതേ മോട്ടിവേഷൻ ഇപ്പം ഞാൻ പല സമയത്തും കാണാറുണ്ട്. ഇപ്പം സാർ എല്ലാ ദിവസവും ഒരാളുടെയെങ്കിലും നമുക്ക് സാർ ഇന്ന് എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത്രയും മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട്. ഇതന്നെയാണോ സാറിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. ജോലി കിട്ടി എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ സ്റ്റാറ്റസ് ആയിട്ടിടുള്ളൂ. അത് ഭയങ്കര മോട്ടിവേഷനാണ്. പിന്നെ ചിലരൊക്കെ ഇപ്പം ഞാൻ പേഴ്സണലി ഇപ്പം എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഒരാൾക്ക് എയർപോർട്ടിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ആൾക്ക് PSC കിട്ടിയില്ല. PSC കിട്ടാഞ്ഞിട്ട് ആൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കയറെടുത്തതാണ്. പക്ഷേ ഞാൻ ഒന്ന് വെറുതെ വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച ഒരാളെ ഞാനിവിടെ ഓർക്കുകയാണ്. അയാളിപ്പോൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു PSC ഉദ്യോഗാർത്ഥിൻ്റെ ഡബിൾ സാലറിയിൽ വർക്ക് ചെയ്യുകയാണ്. ആൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമുക്കൊരു സ്റ്റക്ക് ഉണ്ടാവില്ല. അപ്പോൾ PSC കിട്ടണം എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് പഠിക്കുക, അതിലേക്ക് വേണ്ടി എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. ഇനി അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് അവിടെ തീർന്നു, ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തി പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ച് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മീൻസ് നമ്മൾ കടൽ പോലെയാണ് നമ്മുടെ കഴിവുകൾ കിടക്കുന്നത്. അതിൽ ഏതിലെങ്കിലുമൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക, അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുക. നമ്മുടെ കഴിവുകളേക്കാൾ കൂടുതൽ കുറവുകൾ മാത്രമല്ലേ നമ്മൾ കാണുന്നത്. ലൈക്ക് അതുകൊണ്ട് എന്താ ഇപ്പം, കാരണം നമുക്ക് കിട്ടിയ സന്തോഷങ്ങളും നമ്മൾ നോക്കണമല്ലോ. എന്നാലും ആൾക്കാർ കൂടുതലും ആ കുറവ് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എനിക്കൊന്നും കിട്ടുന്നില്ല ലൈക്ക്. അതായത് അത് ശരിയാണ്, അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു പ്രശ്നമാണത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തു, അതിലൊരു 100 കമൻസ് വന്നു, 99 എണ്ണം അടിപൊളിയാണ്, അടിപൊളി ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരെണ്ണം തനിക്കൊന്നും വേറെ പണിയില്ലടോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ഡൗൺ ആവും അല്ലേ. ഒരു കമൻറ്റ് മതി നമ്മളെ നെഗറ്റീവ് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് തന്നെ. ലൈഫ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നെഗറ്റീവ് അടിച്ച് ഇപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം വരുന്ന ആളുകളുണ്ട്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളുള്ള ഫ്രണ്ട്സ് ഉള്ള നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം നമ്മളെ വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ നെഗറ്റീവ് മാത്രം പറയാൻ വേണ്ടി, ഈ നോക്കടി PSC നിയമനം ഇല്ല, പിൻവാതിൽ നിയമനമാണ്, അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, സമരമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം നിങ്ങളെ വിളിച്ചു പറയുന്ന ഒരു ഫ്രണ്ടില്ലേ, അയാൾ ഇന്ന് തന്നെ ബ്ലോക്ക് ചെയ്തേക്കുക. കാരണം അങ്ങനെയുള്ള ഒരു ചിന്തകൾ നമുക്ക് വേണ്ട എന്നുള്ളതാണ്. പോസിറ്റിവിറ്റി മാത്രം നമ്മളെ മനസ്സിലുണ്ടാവുക. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ സാറ് പറഞ്ഞത് കൂട്ടത്തിൽ തന്നെ ഞാനൊരു കാര്യം കണക്ട് ചെയ്ത് ചോദിക്കാം. അതായത് ഇപ്പോൾ നെഗറ്റീവ് കമന്റ് പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണല്ലോ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ഫീഡ്ബാക്കുകളുണ്ട്. അതേപോലെ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പച്ചവെള്ളത്തിനെ സംബന്ധിച്ചാണോ ചോദിക്കുന്നത്? ഓക്കെ, നമുക്ക് അങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഞാൻ എല്ലാവരുടെ അടുത്തും, സ്റ്റാഫിൻ്റെ അടുത്തും ഓരോരുത്തരുടെ അടുത്തും നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ആകെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻറ്റ് ഡേയ്സിൽ കിട്ടിയിരിക്കുന്നത് പിന്നെ എന്താ പറയുക, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ലല്ലോ എന്നുള്ളതാണ്. അത് നമ്മളെ സിസ്റ്റം നമ്മളിങ്ങനെ പെട്ടെന്ന് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൂടുതൽ വരുന്ന സമയത്ത് കുറേയധികം മെസ്സേജുകൾ നമുക്ക് വരുന്ന സമയത്ത് ചിലർക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ഉടനെ തന്നെ സോർട്ട് ചെയ്യും. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നം തന്നെയാണ്, നമ്മളൊരു പ്രശ്നമായിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത്. പക്ഷേ അത് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുന്നതിനുള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. വേറെ ഒരു നെഗറ്റീവായിട്ട് അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില ക്ലാസ്സുകൾ, ഇപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഇപ്പോൾ 2 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ടീച്ചർ നല്ല ക്ലാസ്സാണ്, ഒരു ടീച്ചർ അത്ര അങ്ങോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ, നമുക്ക് അത്ര നല്ലതല്ലാത്ത ടീച്ചറിനെ നമ്മൾ എന്ത് ചെയ്യും, പതിയെ അങ്ങ് ബാക്ക് ചെയ്തിട്ട് നല്ലതായിട്ടുള്ള ടീച്ചറിനെ മാത്രം പൊക്കി വെച്ചിട്ട് കുട്ടികൾക്ക് എപ്പോഴും നല്ല സർവീസ് കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ഫീഡ്ബാക്കുകൾ നമ്മൾ റെഗുലറായിട്ട് എടുക്കാറുണ്ട്. പിന്നെ നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മെൻറ്റേഴ്സ് കുട്ടികളുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ചിലതൊന്നും നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രശ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രശ്നവും നമുക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അറിയിച്ചാൽ മാത്രം മതി, അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോഴും ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ ക്ലാസ്സുകളും എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. ഇപ്പോൾ എന്നെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക, സോർട്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ
പിന്നെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് ആപ്പിൽ നമുക്ക് അങ്ങനെയാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ നമ്മളെ എല്ലാ ടീച്ചേഴ്സും നമ്മളെ സ്റ്റാഫ് ആണെങ്കിലും മാക്സിമം കോപ്പറേറ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ 8 മണിക്കാണ്. ഇപ്പോഴും നമ്മളെ സെയിൽസ് ടീം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കണ്ടന്റ് ടീം അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ടീം നമുക്ക് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളായിട്ട് ഇതുവരെ ഇല്ല. കുട്ടികളുടെ അടുത്തുന്ന ഫീഡ്ബാക്കുകളും മാക്സിമം സോർട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറ് ടീമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ആക്ച്വലി പച്ചവെള്ളത്തിന്റെ ടീം എത്രത്തോളം സാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? വളരെയധികം. കാരണം നമ്മൾ 2024 ജനുവരി 1 പുതിയ പാർലമെന്റ് മന്ദിരം എന്ന് പറയുന്ന ക്ലാസ് എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ഓൺലൈനിലുള്ള കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള ഈ ജേണിയിൽ ഓരോരുത്തരായിട്ട് വന്നിട്ടാണ് നമുക്കിപ്പോൾ ഇത്രയും ആളുകളിലേക്ക് എത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഈ പോഡ്കാസ്റ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ കുട്ടികളെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളും മെൻറ്റേഴ്സും നമ്മുടെ ടെക്നിക്കൽ ടീമും നമ്മുടെ പിന്നെ എഡിറ്റിംഗ് ഫോട്ടോഗ്രാഫി ടീമും റിസർച്ച് ടീമും നമ്മൾ അതിലുപരി നമ്മുടെ ടീച്ചേഴ്സും എല്ലാവരും വളരെയധികം നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് ജോലി കിട്ടാത്ത ആൾക്കാരെ പറ്റിയും സ്ട്രഗിൾ ചെയ്ത ആ ഒരു ഫേസാ. അപ്പൊ ഈ അപ്പൊ ഈ ജോലി കിട്ടിയ ആൾക്കാരെ പറ്റിയിട്ടുള്ള അഭിപ്രായം, ആ കിട്ടിയവരെന്ത് ചെയ്യണം, എന്ത് ചെയ്യും? അതായത് പലപ്പോഴും ചിലരെങ്കിലും വിചാരിക്കുന്നത് ലൈഫ് ടൈം സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലി, ലീവ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലി എന്നുള്ളതൊക്കെയാണ് ഗവൺമെന്റ് സർവൻസിനെ കാണുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ആവരുത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അതായത് ജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കൃത്യമായിട്ട് അവനവൻ്റെ ജോലികൾ ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതിലുപരി മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരപ്രദമായിട്ട് നമ്മുടെ ജോലിയെ മാറ്റാം എന്നുള്ളതും അവർ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പല ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലി മാത്രമല്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ സോഷ്യൽ സർവീസ് കൂടി അതിനകത്തുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, സമൂഹത്തിനും നാടിനും ഉപകാരമുള്ള ആളുകളായിട്ട് മാറണം എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. അത് ഒരുവിധം ആളുകളൊക്കെ അങ്ങനെ ആവും. അത് മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും ആരും ആവാതിരിക്കുക, മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ ആവാതിരിക്കുക. മാക്സിമം പോസിറ്റീവായിട്ട് തന്നെ സമൂഹത്തിന് ഉപകാരമുള്ള രൂപത്തിൽ ജീവിക്കുക പിന്നെ എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇതിപ്പോ നമ്മൾ കുറെ ചോദ്യങ്ങളായില്ലേ? എത്ര ചോദ്യങ്ങളായി? നമ്മളിപ്പോ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ അഡ്രസ് ചെയ്തിട്ടുള്ളൂ. നല്ല കുറെ ആയി. അപ്പോൾ ഈ കാണുന്നവർക്കും കുറെ സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഉറപ്പായിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഒന്ന് എടുത്ത് അഡ്രസ് ചെയ്യാം. അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആ കമന്റും കൂടി ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും പച്ചവെള്ളം പോലെ പഠിക്കാം.